നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു വെയിലറച്ച 2-3 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു കിടക്കുന്ന കിടക്കയും പിന്നെ അതേപോലെ ബ്ലാങ്കറ്റൊക്കെ ഞാൻ വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ആശ്വാസം, നല്ലൊരു വെയിലൊക്കെ കിട്ടിയപ്പോൾ. ഇത് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടോ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇതാ പുട്ടിന് അരി എടുക്കുന്നതിനെ പറ്റിയിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏതായാലും ഞാൻ പുട്ടിന് അരി പിന്നെ പുതിർത്തി നമ്മൾ പൊടിപ്പിക്കാൻ കൊടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. മുന്നൊക്കെ ഞാനിത് വീഡിയോ 2-3 വട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്. റേഷൻ കടയിലെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് ഇതാ 3 കിലോനാണ് കേട്ടോ എടുക്കുന്നത്. ഇതപ്പോൾ അളന്നിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകിയതിൻ്റെ ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഈ ഒരു പുട്ടുപൊടി ഇവിടെ നിർബന്ധമായിട്ടും ഞാൻ ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ. തീരുന്നതിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഏതായാലും തീർന്ന് ഇന്നിപ്പോൾ ഞാൻ പുട്ട് ചുടുന്നത് അജ്മീൻ്റെ ആണ്. ഇതിപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ ഞാൻ കുതിർത്ത് വെക്കുന്നത്. ആ കുട്ടികൾക്കുള്ള ചോറൊക്കെ സെറ്റായിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, തലേന്ന് ഞാൻ വെക്കുന്നതിൽ ഒരു 1/4 വേവാകുമ്പോൾ ഞാൻ എടുത്തിട്ട് പിന്നെ മാറ്റി വെക്കും. അത് പിറ്റേന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കലാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ട്. ഇതാ പിന്നെ അന്ന് രാവിലെ തന്നെ എനിക്ക് 2 ചട്ടിപ്പത്തിരിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രാവിലെ ഒരു 4:30 മണിക്ക് എണീറ്റിട്ടുണ്ട്. ഇനി എന്നതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ആ 2 ചട്ടിപ്പത്തിരി ഉണ്ട്. ഇനി ഇപ്പോൾ ഞാൻ ഓർഡറുകളൊന്നും അങ്ങനെ വലിയ ഓർഡറൊന്നും ഞാനിപ്പോൾ എടുക്കലുമില്ല. അങ്ങനെ കണ്ടമാനം വരലില്ല കേട്ടോ. എന്നാലും വരുന്ന തന്നെ 1-2 എണ്ണം ഞാൻ ഒഴിവാക്കി, എനിക്ക് പറ്റാത്തതുകൊണ്ട്. പിന്നെ ഇത് ചട്ടിപ്പത്തിരി ആയതുകൊണ്ട് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റാൽ മതിയല്ലോ. അങ്ങനെയാണ് ഇത് 2 എണ്ണം സെറ്റാക്കി വെക്കുന്നത്. പിന്നെ ഈ ഒരു പുട്ട് അജ്മീൻ്റെ ആണ് കേട്ടോ. അജ്മീൻ്റെ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഇവിടെ ഉണ്ടാക്കലില്ല, അധികം ഈ ഒരു പുട്ടുപൊടി തന്നെയാണ്. അതിപ്പോൾ ഞാൻ 1 മണിക്കൂർ കുതിർത്തതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കി പച്ചരി അതിലേക്ക് ചേർക്കുക. പിന്നെ കടല കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചത് പുഴുങ്ങാന്ന്. അപ്പോൾ അതിലേക്ക് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് കറിവേപ്പിനയിലും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് വറവിട്ടെടുത്താൽ മതി. ആ കടുകും വറ്റൽമുളകും കറിവേപ്പിനയിലും കൂടി ഇട്ടിട്ട് വറവിട്ടാൽ മതി. ആ ഒരു വറവിൽ കുറച്ച് തേങ്ങാപ്പൂളും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ ഈ നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പ്രാണീൻ്റെ ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നനവ് വരുമ്പം തന്നെ ഞാനത് തുടച്ച് മാറ്റുക കേട്ടോ ചെയ്യൽ. അങ്ങനെ തുടച്ച് ഉണക്കി വെച്ചാലേ ഉള്ളൂ പ്രാണീൻ്റെ ശല്യം കുറച്ച് കുറയെങ്കിലും ചെയ്യുക. പിന്നെ അടുത്ത 1 ചട്ടിപ്പത്തിരി വേവിച്ച് വെച്ച് അടുത്ത ചട്ടിപ്പത്തിരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 9 മണിയാകുമ്പോൾ മതി 2 എണ്ണം. അപ്പോൾ അതുകൊണ്ട് ഈ സമയമാകുമ്പോഴത്തേനൊക്കെ തന്നെ ഇതിനുള്ളിൽ കൂടി തന്നെയാണ് കേട്ടോ. ഈ ഒരു ചട്ടിപ്പത്തിരിൻ്റെ സെറ്റാക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തത്. പിന്നെ തലേന്ന് തന്നെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടേനി. പിന്നെ മൂത്തച്ഛി വന്നിട്ടുണ്ടേനി. ഇന്നലെ ജസ്റ്റ് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ വന്ന സമയത്ത് തേങ്ങ അങ്ങനെ ഞാൻ ചിരവിയെ ബാക്കി അവിടെ വെച്ചപ്പോൾ എടുത്ത് ചിരവി പാത്രത്തിലൊക്കെ ആക്കി തന്നതാണ്. അപ്പോൾ അന്ന് വന്നപ്പോൾ കുറച്ച് പണിയൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ പുട്ട് ആയിക്കൊണ്ട് നിൽക്കുന്നു. ഇതേപോലെ തിരക്കുള്ള സമയത്തൊക്കെ ഞാൻ വേഗം പുട്ടാണ് ചൂടുക. അപ്പോൾ അതിന് എന്തായാലും നമ്മളെ പുട്ടുപൊടി സെറ്റായി കിടക്കണം. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനും പിന്നെ മോൾക്ക് ചോറിനേക്കും കൂടിയുള്ള ഉപ്പേരിയാണ് കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ കുറച്ച് കറിവേപ്പിനയിലും ഒരു 2-3 പച്ചമുളകും എല്ലാം കൂടിയാണ്. ഈ ക്യാരറ്റ് മാത്രവും ബീട്രൂട്ട് മാത്രം ഇവിടെ വലിയൊരു താല്പര്യമില്ല കേട്ടോ. ഇത് രണ്ടും കൂടി ആകുമ്പോഴാണ് എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഇത് അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇടാം. ഞാൻ അതും പിന്നെ ചോപ്പറിലിട്ട് അരിയലും ഇല്ല കേട്ടോ. അത് ഭയങ്കര കുഞ്ഞാണെങ്കിൽ ഉപ്പേരിക്ക് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇതിങ്ങനെ നേരമില്ലാത്തതുകൊണ്ട് തന്നെയാണ് അരിഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് ചെയ്ത് വെക്കും. ഇന്നിപ്പോൾ തലേന്ന് ചെയ്ത് വെച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ ഈ ഒരു ഉപ്പേരിയാക്കി. പിന്നെ കാടമുട്ടാണ്. അതിപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് പുഴുങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്കും 2-3 എണ്ണം ലഞ്ച് ബോക്സിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചട്ടിപ്പത്തിരി വേവിച്ചതിൻ്റെ ശേഷം ആദ്യമൊക്കെ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഇനി മറിച്ചിടൽ. പക്ഷേ അങ്ങനെ മറിച്ചിടുമ്പോൾ ഈ അണ്ടി മുന്തിരിയൊക്കെ ഒരു സൈഡിലേക്കായിപ്പോവും. എന്നതിൻ്റെ ശേഷം ഞാൻ അപ്പോൾ പത്തിരി ചുടുന്ന പാത്രത്തിലേക്ക് ആക്കലാണ്. പിന്നെ പുട്ടുംകുറ്റീൻ്റെ ആ തൂക്ക് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കുന്നത് കേട്ടോ, കരിഞ്ഞു പോയതാണ്. നല്ലോണം ശ്രദ്ധിച്ച് നിന്നതേനി. പക്ഷേ ഏതോ ഒരു സമയത്ത് അത് കരിഞ്ഞു പോയി. പിന്നെ 1 മണിക്കൂറിന് ശേഷം പച്ചരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇനി പച്ചരി ഞാൻ തിരക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഇതിലേക്ക് തന്നെ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പച്ചരി കഴുകിയിട്ട് ഒരുമിച്ചിട്ട് ഊറ്റിയെടുക്കലാണ് സാധാരണ ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് തീരെ ഒഴിവില്ല. രാവിലെ ഇതും 9 മണിയാകുമ്പോൾ ചട്ടിപ്പത്തിരിക്ക് ആൾ വരും, പൊടിപ്പിക്കുന്ന ആളും 9 മണിയാകുമ്പോൾ വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് സെറ്റാക്കി കൊടുക്കണമല്ലോ. ഈ ഒരു കുക്കിംഗ് വിത്ത് ലവ് എന്നുള്ളത് കാണിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും എൻ്റെ മേഖല കുക്കിംഗ് ആണല്ലോ. അപ്പോൾ ആ കുക്കിങ്ങിൽ നല്ല ഇഷ്ടത്തോടു കൂടിയും നല്ല സ്നേഹത്തോടു കൂടിയിട്ടും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഭക്ഷണത്തിനൊക്കെ. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള സെറ്റായി പിയാപ്പിള മക്കളെയായിട്ട് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ വാഴൻ്റെ ഇല അടുത്ത തൊടിയിൽ പോയിട്ട് മുറിച്ചുകൊണ്ടുവന്നാണ്. നമ്മളെ വീട്ടിൽ 2 എണ്ണം തൈ വെച്ചിട്ടുള്ളൊന്ന് ആയി വരണം.
പിന്നെ അതാ ഇക്കാക്കാണ്, ഞാൻ എപ്പോഴും പറയില്ലേ പൊതിയാൻ എന്താണ് അടിപൊളി ആളാണ് കേട്ടോ. പെർഫെക്റ്റായിട്ട് പൊതിഞ്ഞ് തരും. അതുകൊണ്ട് ഇക്കാക്കനെ കാത്തുനിന്ന് പൊതിഞ്ഞ് അങ്ങനെ വെച്ചാണ് ബോക്സിന്. ഈ ചട്ടിപ്പത്തിൻ്റെ ഓർഡർ കിട്ടുമ്പോൾ ഒക്കെ വിചാരിക്കും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സില്ല, അതേപോലെ ചട്ടിപ്പത്തിരിക്കോ ഇങ്ങനത്തെ സ്നാക്സിനൊക്കെ ഒരു ബോക്സ് ഉണ്ടാക്കിക്കണമെന്ന് വിചാരിക്കും. അത് കുറേ കാലമായി വിചാരിക്കും, ഇതുവരെ നടന്നില്ല. പിന്നെ ചായൻ്റെ പരിപാടി മക്കളെ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത സെക്ഷനാണ് കുഞ്ഞു ബേബിനെ കുളിപ്പിക്കൽ, മോളെ കുളിപ്പിക്കൽ. ഇതൊക്കെയാണ് കേട്ടോ പരിപാടി. നല്ല എഫേർട്ടും നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ. ഇപ്പോൾ ഓല കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മോൾക്കുള്ള മരുന്ന് വാങ്ങാൻ പോകാനുണ്ട്. പിന്നെ ബേബിക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയൊക്കെയാണ്. ആരുമില്ല, ആണുങ്ങളൊക്കെ രാവിലെ പോയി, പിന്നെ ഇനി രാത്രിയേ വരുള്ളൂ. ഈ വൈദ്യ ഷോപ്പാണെങ്കിൽ 4 മണിയാകുമ്പോൾ 5 മണിയാകുമ്പോൾ അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പോവാം വിചാരിച്ചു. ഏതായാലും ബേബിനെ കൂട്ടാൻ പോകണമല്ലോ. ബേബി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെറിയ ആയതുകൊണ്ട് ഓനെ ചെയ്യുമെന്നാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും വിളിക്കൽ. എനിക്കെൻ്റെ നാവ് വഴങ്ങൂല, ബേബിന്ന് വിളിച്ച് തയങ്ങിപ്പോൾ. ഞാൻ മാത്രമേ ഓനെ ബേബിന്ന് വിളിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും ചെയ്യാൻ എന്നാണ് ഓൻ്റെ പേര്, ചെയ്യുമെന്ന് വിളിക്കുന്നുള്ളൂ. അങ്ങനെ ഞാനിതാ വെള്ളിമാടുകുന്ന് ഒരു വൈദ്യരെ പിടിയിൽ നിന്നാണ് കേട്ടോ ഈ കഷായം, അരിഷ്ടം, ലേഹല, പിന്നെ ലേഹം കുളിപ്പിക്കാൻ വരുന്നവർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും കുളിപ്പിക്കുന്ന ആളെത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ വെള്ളിമാടുകുന്നുള്ള ഒരുവിധം കുറേ പാരമ്പര്യമായിട്ടുള്ള ഒരു വൈദ്യശാലയാണ്. അപ്പോൾ ഇവിടെ ഡോക്ടർ സേവനം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇവിടുന്ന് വാങ്ങാണ് കേട്ടോ. ഉച്ചയായി, ഇതിപ്പോൾ ഒരു 1:30-2 മണീൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വണ്ടി ഞാൻ ഇങ്ങോട്ട് ഇറക്കിയത് ഭയങ്കര ഇതായിപ്പോയി, ടാസ്ക്കായിപ്പോയി. അങ്ങോട്ട് കയറ്റാൻ എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് റോഡുമ്മലേക്ക് കയറ്റി തന്നിട്ട്, അതൊരു കുഴി പോലുള്ള സ്ഥലത്താണ്. അത് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ വാങ്ങിയ ശേഷമാണ് ഞാൻ മോൻ്റെ സ്കൂളിലേക്ക് എത്തിയത്. അപ്പോൾ അത് ഓനെ കൂട്ടാൻ വേണ്ടി ചെന്ന സമയത്ത് കാണുന്ന സമയത്ത് ഓൻ ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. പിന്നെ എന്നെ കണ്ടപ്പോൾ നല്ല ഉഷാറായിട്ടോ. പിന്നെ ഞാൻ ഓൻ്റെ ബാഗൊക്കെ വാങ്ങി, വയ്യാണ്ടിക്കല്ലേ, വലിയൊരു പനിയൊന്നുമില്ല, പക്ഷെ എപ്പോഴും 2 ദിവസം നല്ല ഈ വോയിസ് ഇടുമ്പോൾ ഒക്കെ നമ്മൾ പനിച്ചെടുക്കുക തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ കൂട്ടാൻ ചെന്ന സമയത്ത് നല്ല ഉഷാറായിനി. പിന്നെ അത് ഇഷുമോൻ്റെ ക്ലാസ്സിലേക്ക് പോയിട്ട് പറയാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഓനെ കാത്തുക്കുമല്ലോ, 2 കൂടിയാണ് വരൽ. അപ്പോൾ ഓനെ കാത്തുക്കു വിചാരിച്ചിട്ട് ഓൻ്റെ ക്ലാസ്സിലേക്ക് പോയിട്ട് പറയാൻ പോവുകയാണ്, ഞങ്ങൾ പോവുകയാണ് എന്നുള്ളത്. ശരിക്കും കൂടെ ഒരാളും കൂടി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു അനിയത്തിയോ ഇടത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിന് സമയങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞു പോയത്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ശരിക്കും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റാഞ്ഞത്. പിന്നെ നല്ല തിരക്കായിനി. ഹെൽപ്പിന് വരുന്ന ആൾ ഞാൻ അന്ന് പറഞ്ഞില്ലേനോ അങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ടേനിന്നൊക്കെ. പക്ഷേ പിന്നെ മോനെ കുളിപ്പിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ 2-3 ദിവസം കൂടി വൈകി വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ ഇന്നാണ് കേട്ടോ സ്റ്റാർട്ട്. ഈ വോയിസ് ഇടുന്ന അന്നാണ് ഇവർ വന്നതും സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ കേട്ടോ. വന്നപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പിറ്റേന്ന് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ എടുക്കണം എന്നുണ്ട്, പക്ഷേ എനിക്കത് പറ്റില്ലല്ലോ. പിന്നെ അത് പിറ്റേന്ന് വൈകുന്നേരമാണ്. അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ മഗ്‌രിബിൻ്റെ മുന്നേ തന്നെ വരും. ഒരു 5 മണിൻ്റെ ഉള്ളിൽ തന്നെ അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അടുക്കളയിലേക്ക് വരും. വന്ന് ആദ്യം തന്നെ ഞാൻ ചെയ്യലിതാ സിങ്കിലെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കലാണ്. രാവിലെ നൂൽപുട്ടൊക്കെ അതിന് കേട്ടോ. അപ്പോൾ ആ നൂൽപുട്ടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഈ പീയുന്ന സാധനം, അത് ഇന്ത്യൻ്റെ ചില്ല് പോയിട്ട് വീടിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ അത്. പിന്നെ അതങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ബാക്കിയുണ്ട് ഇനി രാവിലത്തെ നൂൽപുട്ട്. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ ഞാൻ ഈ വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നൂൽപുട്ടിലേക്ക്. അപ്പോൾ ഓൾക്ക് എന്താണ് പാലാണ് ഇഷ്ടം. എനിക്കും കുട്ടികൾക്കും തേങ്ങാപ്പാലാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ നമ്മൾ രാവിലെ ആ ഒരു തിരക്കിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല, 2 ടൈപ്പൊന്നും ഇപ്പോൾ ഉണ്ടാക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ഓൾക്ക് വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണ്. അങ്ങനെ ആകുമ്പോൾ കഴിച്ചോളൂ, പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. ഇതാ ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ അധികവും ഞാൻ ഉണ്ടാക്കൽ. പിന്നെ പണ്ടൊക്കെ നമ്മൾ ഇതിലല്ല ഉണ്ടാക്കുക, ഈ ഇഡ്ഡലിൻ്റെ തട്ടിലേനല്ല ഉണ്ടാക്കൽ. പിന്നെ ഇത് കിട്ടിയതിൻ്റെ ശേഷമാണ് അതിലാക്കിയത്. പിന്നെ ഉച്ചക്കത്തെ ഉപ്പേരിയും പച്ചക്കായും, ഈ കാബേജിൻ്റെ ഉപ്പേരി ഞാൻ രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി, അപ്പോൾ ഞങ്ങൾക്കും കൂടി ആയല്ലോ. പിന്നെ മറ്റേത് പച്ചക്കായൻ്റെ ഉപ്പേരി മോൾക്കാണ്. അപ്പോൾ ഓൾക്ക് ചോറ് ഉച്ചക്കത്തെ ബാക്കിയുള്ളത് ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ ഉപ്പേരിയും കൂടി ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതൊന്ന് മൂടി വെച്ച് പാത്രമൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ രാത്രി ചിക്കന് വറുത്തരച്ച കറി വെക്കാൻ വിചാരിച്ചു. ഇപ്പോൾ രാത്രി ആകുമ്പോൾ രാവിലെ പച്ചക്കറി വെക്കണോണ്ട് രാത്രിക്കലേക്ക് തികയൂല. ഇതിപ്പോൾ ഞാൻ രാത്രി വെക്കുന്നത് എന്താ വെച്ചാൽ, വറുത്തരച്ച ഇപ്പോൾ രാത്രി ഉണ്ടാക്കണത് എന്താ വെച്ചാൽ, അപ്പോൾ രാവിലെ നമുക്ക് പുട്ടിനേക്ക് നല്ല ടേസ്റ്റാണ് വറുത്തരച്ച ഈ ഒരു കറിയും പുട്ടും. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ വറുത്തരച്ചതും പുട്ടും. അപ്പോൾ ഏതായാലും പുട്ടിൻ്റെ പൊടിയൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുവന്നിക്കണല്ലോ, അതിനോണ്ട് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം.
പിന്നെ അത് ആദ്യം ഞാൻ നേരത്തെ പാത്രങ്ങളൊക്കെ ഒഴിച്ച് എല്ലാ പാത്രവും കുട്ടികളുടെ ടിഫിനും എല്ലാം ഒന്നും കൂടി നല്ലോണം ഒന്ന് കഴുകി അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷമാണ് അടുത്ത കുക്കിംഗ് തുടങ്ങൽ. എനിക്കൊരു സമാധാനത്തിലൊരു കുക്കിംഗ് തുടങ്ങണമെങ്കിൽ അടുക്കളയും എല്ലാ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. പിന്നെ അത് നല്ലോണം പ്രാണിയുണ്ട് കേട്ടോ, ചെറിയ ഈച്ചനേക്കാൾ കൂടുതൽ. ഈച്ചൻ്റെ ശല്യം വല്ലാതില്ല, എന്നാലും ഉണ്ട്. പക്ഷേ ഈ പ്രാണിയാണ്. ഞാൻ പിന്നെ എന്താ ചെയ്യുക, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒരു സ്പ്രേ ചെയ്യും, സ്പ്രേ അടിച്ചു കൊടുക്കും. പിന്നെ അതേപോലെ ചന്ദനത്തിരി കത്തിച്ച് വെക്കും. പിന്നെ എനിക്കിത് ഈ ഒരു പച്ചക്കായ ഉപ്പേരിയൊക്കെ വാങ്ങിയതേനി കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റി. ആ പച്ചക്കായൻ്റെ മേലെ ഞാൻ ചന്ദനത്തിരി വെച്ചതിനോണ്ട് ആ പച്ചക്കായ പഴുത്തു പോയി പിറ്റേന്നേക്ക്. പ്രസവിച്ച് കിടക്കുമ്പോൾ ഈ പച്ചക്കായ ഉപ്പേരി നല്ലതാണ്. പക്ഷെ ഇതെല്ലാം നാടനാണ്, ചെറുതൊക്കെ കിട്ടുന്ന ഏതോ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കത് അതൊന്നും ഇപ്പോൾ കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങല നിവർത്തിയില്ലല്ലോ. അപ്പോൾ അത് ആ പച്ചക്കായൊക്കെ വാങ്ങിയത് പഴുപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചന്ദനത്തിരി കുത്തി വെച്ചാൽ മതി എന്നുള്ളൊരു ഐഡിയ മനസ്സിലായിട്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ല. പിന്നെ അത് ആ ചിക്കനൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ്. ഇപ്പോൾ അതാ ട്രോളിങ് ആയതുകൊണ്ട് ട്രോളിങ് ഇനിയിപ്പോൾ 40 ദിവസം അങ്ങനെ എന്തോ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. നല്ല കഷ്ടപ്പാടാണ്. മീനൊക്കെ ഏതോ ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന മീനായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇവിടെ വാങ്ങലില്ല കേട്ടോ. പിന്നെ അതാ ഇതിന്ന് ഞാൻ കുറച്ച് ചിക്കന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്നുള്ള വെച്ചാൽ ചിക്കൻ്റെ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് ചിക്കൻ ചമ്മന്തി. അപ്പോൾ ഞാൻ റീൽസായിട്ട് 2-3 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. പിന്നെ നല്ല പണിയും ഒക്കെ ഉണ്ടെങ്കിലും സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പണിയും പ്രയാസവും ഒക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷേ നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഷ്ടപ്പാടില്ലാതെ ചെയ്യാമെന്ന്, ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ കഷ്ടപ്പാടില്ലാതെ ചെയ്യാമെന്ന് പറയില്ലേ, അതേപോലെയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും ഇടങ്ങേറൊക്കെ ആയിട്ട് നമ്മൾ ഈ പണിയെടുക്കുമ്പോൾ നമുക്ക് അതും ഒരു ഭയങ്കര ഇറിറ്റേഷനാണ്, മാനസികമായിട്ടും വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് എനിക്ക് പൊതുവേ താല്പര്യം തന്നെയാണ്. പിന്നെ നിന്ന് തിരിയാൻ സമയമില്ലാത്തതാവുമ്പോഴാണ്. പിന്നെ നമ്മളെ വീട്ടിലത്തെ കാര്യം നമ്മളല്ലാതെ വേറെ ആരാ ചെയ്യുക, വേറെ ആരും ഒരു ഏടത്തിയോ അനിയത്തിയോ ഒന്നുമില്ല. ഉമ്മക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഉമ്രക്ക് പോയി വന്നതിന് ശേഷം നമുക്ക് തീരെ വയ്യാത്തൊരവസ്ഥയാണ്. പിന്നെ അതുമല്ല ഉമ്മനെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കിട്ടുകയില്ല കേട്ടോ. ആരോഗ്യമുള്ള സമയത്താണ് പശു, ആട്, കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മനെ അതിനൊന്നും നമ്മളൊരു കാര്യത്തിനൊന്നും കിട്ടൂല. പക്ഷെ എന്നാലും പിന്നെ നമുക്ക് സഹായം ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും ഉമ്മക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടായാൽ മതി. നമുക്ക് ഉമ്മ ഒരു പ്രധാനം തന്നെയാണല്ലോ. അത് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചിക്കൻ്റെ കറി, വറുത്തരച്ച കറിയൊക്കെ ഞാൻ മുമ്പേ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കണ്ടൻറ്റാണ് കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിൽ, അടുക്കളയിലായാലും വീട്ടിലായാലും. പക്ഷേ എടുക്കാനുള്ളൊരു മനസ്സിനൊരു ഇത് വേണമല്ലോ. നമ്മൾ ആ ഒരു വീഡിയോ എടുക്കാനും ഏത് രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ്, ഏതാണ് കണ്ടൻറ്റ് എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കലും പണിയും ഒക്കെ എനിക്ക് എടുത്താൽ തന്നെ എനിക്ക് കണ്ടൻറ്റാണ്, എനിക്ക് വീഡിയോ എടുക്കുക. നിങ്ങൾ കാണുമില്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഫസ്റ്റിൽ കണ്ടൻറ്റാണല്ലോ. അപ്പോൾ പക്ഷെ എനിക്ക് അതിന് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഇത് വേണമല്ലോ. നമ്മൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാവും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ പിന്നെ വീഡിയോൻ്റെ പണിയും കൂടി എടുക്കുമ്പോൾ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട്, ഒന്ന് രാവിലത്തെ ഒന്ന് വൈകുന്നേരത്തും കാര്യങ്ങൾ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ അതന്നെ ഇപ്പോൾ 2-3 ദിവസമായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒഴിവില്ലാത്തതിനോണ്ട്. ഇന്നിപ്പോൾ കുറച്ച് സമാധാനവും ഒഴിവും ഒക്കെ കിട്ടിയതിനെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേനൊക്കെ തന്നെ കൊണ്ടുവന്നാണ്. പിന്നെ ഇത് ആദ്യം ഞാൻ ഈ ഒരു പാത്രത്തിലിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു പാത്രത്തിൽ 5 കിലോ കൊള്ളൂല. 3 കിലോ മൂടേരിയും 2 കിലോ പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ അതിൽ കാണിച്ചില്ലേ, ഏതൊരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ആദ്യം ഞാൻ ഇതിൽ കൊള്ളു വിചാരിച്ചിട്ട് പിന്നെ പാത്രം മാറ്റിയതാണ്. പിന്നെ കുറേ ഇങ്ങനത്തെ പാത്രങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും വേണം ശരിക്കും പറയുകയാണെങ്കിൽ. ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താണ് പെടുന്നത്. ഇപ്പോൾ പാത്രം കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ 2-3 ഐറ്റംസും കൂടി വേണം എനിക്കിപ്പോൾ. മൊത്തത്തിൽ ഇപ്പോൾ കുറേ സാധനങ്ങൾ പൊടിപ്പിച്ചൊക്കെ വെച്ചതിനെ കൊണ്ടാണ് ഇപ്പോൾ പാത്രം ഇല്ലാതായത്. അല്ലെങ്കിൽ നമുക്ക് 2 ആൾക്കുള്ള അല്ലെങ്കിൽ ഇടയ്ക്കല്ലേ മക്കളൊക്കെ വരികയുള്ളൂ. അപ്പോൾ അതിനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിനി. പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഈ ഒരു പൊടി കൊണ്ട് ചുട്ട പുട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.